കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപതാ മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ 2ാം ഘട്ടത്തിലൂടെയാണ് നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. നമുക്കറിയാം, വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അമ്മമാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് നല്ല അനുഭവങ്ങൾ, അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എല്ലാം കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സാക്ഷ്യങ്ങളായി കണ്ടു. ഇന്നും 3 പുതിയ ടീമുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കത് ആരാണെന്ന് നോക്കാം. ഹായ്, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ പൊന്നങ്കോട് നിന്നാണ്. പൊന്നങ്കോട് നിന്ന്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ? വന്നത് ഭയത്തോടെ ആണെങ്കിലും വളരെ ഈസി ആയിട്ടൊക്കെ തോന്നി. കൂടുതൽ ബൈബിളെ കുറിച്ച് പഠിക്കാനും ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ വചനം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയത്? നമ്മുടെ രക്ഷയ്ക്കുള്ള ദൈവിക ശക്തിയാണ് വചനം എന്നുള്ള ബോധം ഞങ്ങൾക്ക് കൂടുതലുണ്ടായതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്താനും ഒരുമിച്ചിരുന്ന് പഠിക്കാനും കൂടുതൽ വചനത്തെക്കുറിച്ച് ധ്യാനിക്കാനും ഒക്കെ ഈ പെനുവേൽ ക്വിസ് കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്നാണ് പഠിച്ചത്? ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ഒരുമിച്ച് പള്ളിയിൽ പോയിരുന്ന് പഠിക്കും. വചനം പഠിക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ സമയം ചെലവാക്കി എന്നുള്ളതാണ് ഇതിനുള്ള അർത്ഥം? അതെ, തീർച്ചയായിട്ടും. നിങ്ങൾക്ക് അതുവഴി ലഭിച്ച ഒരു ദൈവ അനുഗ്രഹം, ദൈവ അനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ദൈവവചനത്തിൻ്റെ അധിഷ്ഠിതമായി എടുക്കണമെന്നും ദൈവം തിരുമനസ്സായാൽ മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ എന്നും ദൈവം തിരുമനസ്സായാൽ നമ്മൾ ഇച്ഛിക്കുന്നതിലധികമായ കാര്യങ്ങൾ നമുക്ക് നടത്തി തരുമെന്നുള്ള അവബോധം ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ലോട്ട് ഇവിടെ റെഡിയാണ്. നിങ്ങൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് നോക്കാം. വരും, മുന്നോട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 2ാമത്തെ ടേബിളാണ്. നിങ്ങൾ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, അടുത്ത ടീമും റെഡിയാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിന്റെ വേദിയിലാണ് നമ്മളിപ്പോ. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നുന്നു, വളരെ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അനുഭവം? നല്ല അനുഭവമായിരുന്നു. ഞങ്ങള് പള്ളിയിൽ എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുമായിരുന്നു. ഒരുമിച്ച് കൂടിയിട്ട് ഒരു ടൈം വെച്ചിട്ട് ഇന്ന ടൈം വരെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി പരസ്പരം ചർച്ച ചെയ്ത് സംസാരിച്ച് ബൈബിളിനെ കുറിച്ചും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗങ്ങളെ ഞങ്ങൾ പഠിക്കുമായിരുന്നു. ഈ ബൈബിൾ ക്വിസ് കൊണ്ട് നിങ്ങളുടെ ഇടവകയ്ക്കുണ്ടായ ഒരു നേട്ടം എന്താണ്? ഞങ്ങളിപ്പോൾ പള്ളിയിലൊക്കെ കുർബാനയ്ക്ക് പോകുമ്പോൾ എല്ലാവരും ഞങ്ങളോട് വർത്താനം പറഞ്ഞ് നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ TV-യിൽ കണ്ടു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാവരും അപ്രിഷ്യേറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഒരു ദൈവാനുഭവം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ പറ്റും? പങ്കുവയ്ക്കാന്ന് പറഞ്ഞാൽ ബൈബിള് ഒരുപാട് വായിക്കാൻ പറ്റി. ബൈബിളിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ നമ്മളിപ്പോൾ അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിക്കുമായിരുന്നു. നമുക്ക് ഇപ്പോൾ ബൈബിളിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ കുറച്ചുകൂടെ അറിയാൻ പറ്റി. ഇതൊരു അനുഭവമായിട്ട് തോന്നി. ഓക്കെ, നമ്മുടെ ഒരു ടീം ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ലോട്ടുണ്ട്. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്. വന്നോളൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 3ാമത്തെ ടേബിളാണ്. സന്തോഷത്തോടു കൂടി നിങ്ങൾ വേദിയിലേക്ക് ചെല്ല്. നമ്മുടെ ഓരോ ടീമുകളും ഈ വേദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർക്ക് ഒരുപാട് സഹനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ സമയങ്ങൾ ഒരുപാട് ഇതിനു വേണ്ടി ചെലവാക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അവർ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട്. അടുത്ത ടീമിനെ നമുക്ക് പരിചയപ്പെടാം. അടുത്ത ടീം ഇവിടെ റെഡിയാണ്. രണ്ട് ടീമുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ 3ാമത്തെ ടീമാണ്. എവിടെ നിന്നാണ് വരുന്നത്?
ഞങ്ങള് പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. പാലക്കാടിന്റെ ഒരറ്റത്ത് കിടക്കുന്ന പട്ടാമ്പി. വളരെ ദൂരത്തുനിന്നാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ദൂരം മാത്രമല്ല, ഞങ്ങളുടെ ഇടവകയും വളരെ വിസ്താരം ഉള്ള ഇടവകയാണ്. 16 പഞ്ചായത്തുകളിൽ നിന്നാണ് ഞങ്ങൾ സെലക്ട് ചെയ്ത് എത്തിയിരിക്കുന്നത്. അതെ, നിങ്ങൾ എത്ര കുടുംബങ്ങളുണ്ട് നിങ്ങളുടെ? ഞങ്ങൾ 105 കുടുംബങ്ങൾ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നിങ്ങളിപ്പോ ഇവിടെ നിൽക്കുന്നത്. അതെ, തീർച്ചയായും. എന്താണ് ഇത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഇവിടെ വരാനുണ്ടായ കാരണം ആദ്യം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു. അപ്പം ഞങ്ങൾ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഇൻസ്പിറേഷൻ ലഭിച്ചു. കുറച്ചും കൂടെ പഠിക്കാനും എല്ലാം ഞങ്ങൾക്കൊരു ധൈര്യം വന്നു. കൂടെ ഞങ്ങളുടെ ഇടവകയുടെ സപ്പോർട്ട് ലഭിച്ചതോടുകൂടി ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇതിൽ പങ്കെടുക്കുന്നതിനായിട്ട്. വചനം പഠിച്ചതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു മാറ്റം എന്താണ്? വചനം പഠിച്ചതിൻ്റെ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ, വചനം ഞങ്ങൾ ശരിക്കും പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതെ, തീർച്ചയായും ദൈവം കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മത്സരത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഒരു ലോട്ട് എടുക്കാനുണ്ട്. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് തിരഞ്ഞെടുക്കാം. വന്നിട്ട് ലോട്ട് എടുക്കുക. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ടേബിളാണ്. സന്തോഷത്തോടു കൂടി വളരെ ഭംഗിയായി ഹാപ്പിയായിട്ട് പങ്കെടുക്കുക. ഇന്നത്തെ മിന്നും താരങ്ങളായ നമ്മുടെ അമ്മമാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ടീം പൊന്നങ്കോട്, ടീം പട്ടാമ്പി, ടീം താവളം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ക്വിസ് മാസ്റ്ററിനെയാണ്. ലെറ്റ്സ് വെൽക്കം our quiz master, Reverend Dr. Father Arun Kalamattukil. Penuel, the face of God, ദൈവത്തിൻ്റെ മുഖം. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷിതരാവുകയും ചെയ്യട്ടെ എന്നാണ് സങ്കീർത്തനം 80-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖമാണ്, ദൈവത്തിൻ്റെ മുഖദർശനമാണ് രക്ഷ. സ്വർഗീയ ദർശനം അത് ദൈവത്തിൻ്റെ മുഖം ദർശിക്കലാണ്. നമുക്ക് ജീവിക്കുന്നതും നമുക്ക് കാത്തിരിക്കുന്നതും സ്വർഗത്തിൽ അവിടുത്തെ പ്രഭയാർന്ന മുഖം ദർശിക്കാനാണ്. ഈ ദിവസങ്ങളിലൊക്കെ വചനത്തിൻ്റെ പഠനത്തിലൂടെ കടന്നുപോയപ്പോൾ നിങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്നത്, അദൃശ്യമായി കണ്ടുകൊണ്ടിരുന്നത് ആ രക്ഷയുടെ മുഖമാണ് എന്നതാണ് സത്യം. 3 ടീമുകളാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടീം താവളം, ടീം പൊന്നങ്കോട്, ടീം പട്ടാമ്പി. ഇവരെ സഹായിക്കാനായി എത്തിയിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കും നമ്മോടൊത്തുണ്ട്. ആവേശകരമായ ഒരു മത്സരത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. പട്ടാമ്പിക്കാർ സുഖമായിരിക്കുന്നു? നിങ്ങൾക്ക്? അതെ, സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ മത്സരം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. നിങ്ങൾക്ക് എത്ര സ്ഥാനമായിരുന്നു? 1-ാം സ്ഥാനം. 1-ാം സ്ഥാനമായിരുന്നു. പട്ടാമ്പിയിലേക്കാണ് ആ 1-ാം സ്ഥാനം പോയത്. പൊന്നങ്കോടിന് എങ്ങനെയായിരുന്നു? ഞങ്ങൾ 1-ാം സ്ഥാനത്തായിരുന്നു. നിങ്ങളും 1-ാം സ്ഥാനത്തായിരുന്നു. ശരി. താവളം, നിങ്ങൾക്കോ? നിങ്ങളും 1-ാം സ്ഥാനത്തായിരുന്നു. 1-ാം സ്ഥാനം നേടിയ 3 ടീമുകളാണ് ഈ മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ പോകുന്നത്. മത്സരം ആവേശകരമായിരിക്കും. വിജയം ആർക്കാണ് എന്നറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. നിങ്ങൾ ഈ 3 ടീമുകളിൽ നിന്ന് 2 ടീമുകളാണ് ഈ മത്സരത്തിന്റെ ഒടുവിൽ അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത്. 5 റൗണ്ടുകളിലൂടെയാണ് ഈ മത്സരം പൂർത്തിയാകുന്നത്. ഈ റൗണ്ടിന്റെ പ്രത്യേകത, ഓരോ ചോദ്യത്തിനും 3 ടീമിനും പോയിന്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ചോദ്യം ലഭിക്കുന്ന ടീമിന് മാത്രമല്ല, കണ്ടു നിൽക്കുന്ന മറ്റ് 2 ടീമുകൾ കൂടി ഉത്തരം പറയാനും പോയിന്റ് നേടാനുമുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ പരമാവധി പോയിന്റുകൾ നിങ്ങളുടെ ഖജനാവിലേക്ക് സ്വരുക്കൂട്ടാനുള്ള സമയമാണ് ഇത്. ഇതിൻ്റെ ക്രമീകരണം ഇങ്ങനെയാണ്. ചോദ്യം ഞാൻ ഓരോ ടീമിനോടായി ചോദിക്കും. അവർ ഉത്തരത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റ് 2 ടീമുകളും തങ്ങളുടെ ഉത്തരം തങ്ങളുടെ മുൻപിൽ നൽകപ്പെട്ടിരിക്കുന്ന കടലാസിൽ എഴുതും. അതിനുശേഷം ചോദ്യം ചോദിച്ച ടീമിന് ഉത്തരം നൽകാനുള്ള അവസരമാണ്. നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന 30 പോയിന്റുകളാണ്. അതോടൊപ്പം തന്നെ ഉത്തരം ശരിയായി എഴുതിയിട്ടുണ്ടെങ്കിൽ മറ്റ് 2 ടീമിനും 20 പോയിന്റുകൾ വീതം ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ ധാരാളം പോയിന്റുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. 1-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ടീം പട്ടാമ്പി, നിങ്ങൾക്കുള്ളതാണ് ഈ മത്സരത്തിലെ തന്നെ ആദ്യത്തെ ചോദ്യം. സ്കോർ ബോർഡ് തുറക്കാനും ആരംഭിക്കുമ്പോൾ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കാനും ഒരല്പസമയത്തേക്കാണെങ്കിലും നിങ്ങൾക്കുള്ള അവസരമാണിത്, ചാൻസാണിത്. ചോദ്യം ഇതാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിവാഹമോചനം എന്നൊന്നില്ല എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? വിവാഹമോചനം എന്നൊന്ന് തിരുസഭയിലില്ല.
ഈശോയുടെ ഒരു കൽപ്പനയാണ് ഇതിൻ്റെ പുറകിലുള്ള കാരണം. ഏതാണ് ആ കൽപ്പന? നിങ്ങൾക്ക് ആലോചിക്കാം. നിങ്ങൾക്ക് ഉത്തരം എഴുതാം. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിവാഹമോചനം എന്നൊന്നില്ല. ഈശോയുടെ തന്നെ ഒരു കൽപ്പനയാണ് അതിൻ്റെ അടിസ്ഥാന കാരണം, ഒന്നാമത്തെ ഒരു കാരണം. ഏതാണ് ആ കൽപ്പന? സമയം പൂർത്തിയായിരിക്കുകയാണ്. ക്യാപിയർ പെൻ. ടീം പട്ടാമ്പി ഉത്തരം പറയും. പണ്ട് പ്രീ മാരേജ് കോഴ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? അന്ന് കാര്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പല ഉപയോഗങ്ങളിൽ ഒരു ഉപയോഗമായി ഈ മത്സരവും വന്നിരിക്കുകയാണ്. ഉത്തരം പറയും. ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവനും. ഉത്തരം വ്യക്തമല്ല, കൃത്യമല്ല. ടീം പൊന്നങ്കോട്, എന്താണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ എഴുതിയതേ ഇല്ല. നിങ്ങൾ പ്രീ മാരേജ് കോഴ്സ് കൂടിയിട്ടല്ലേ കല്യാണമൊക്കെ കഴിച്ചത്? അന്ന് പഠിപ്പിച്ചതൊക്കെ മറന്നുപോയായിരുന്നു. ശരി, ടീം താവളം, എന്താണ് നിങ്ങളുടെ ഉത്തരം? വ്യഭിചാരം ചെയ്യരുത്. ഉത്തരം തെറ്റാണല്ലോ ടീം താവളം. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് ആർക്കതിന് ഉത്തരം പറയാൻ പറ്റും? ഇനി പറയാൻ അവസരം തരാമോ? പറഞ്ഞു, വെറുതെ പറഞ്ഞു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതെ. അതാണ് അതിന്റെ ഉത്തരം. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്നതാണത്. പരിശുദ്ധ സഭയിലെ വിവാഹം എന്ന പരിശുദ്ധ കൂദാശയുടെ അടിസ്ഥാനപരമായ സ്വഭാവമാണത്. വിവാഹത്തിന്റെ അടിസ്ഥാനപരമായ രണ്ട് സ്വഭാവങ്ങൾ, ഒന്ന് യൂണിറ്റി, രണ്ടാമത്തേത് ഇൻഡിസൊല്യൂബിലിറ്റി അഥവാ അവിഭാജ്യതയാണ്. രണ്ടുപേർ തമ്മിലാണ് ചേരുന്നത്, രണ്ടുപേർ തമ്മിൽ മാത്രമാണ് ചേരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ യൂണിറ്റി, ഏകത എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത്. രണ്ടാമത്തേത് ഇൻഡിസൊല്യൂബിലിറ്റി അഥവാ അവിഭാജ്യത. പരിശുദ്ധ കത്തോലിക്ക സഭയിൽ സാധുവായി നടന്ന ഒരു വിവാഹം പിന്നീട് ഒരിക്കലും പിരിയുന്നില്ല, മരണം മാത്രമാണ് അവരെ വേർപെടുത്തുന്നത് എന്നുള്ളതാണ് അതിൻ്റെ കാരണം. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചാൽ ഈശോയുടെ കൽപ്പനയാണ് അതിൻ്റെ പുറകിൽ. ഈശോ ഇങ്ങനെ പഠിപ്പിച്ചു: ദൈവമാണ് യോജിപ്പിക്കുന്നത്, മനുഷ്യനോ മനുഷ്യൻ്റെ അധികാരങ്ങളോ അവരെ വേർപെടുത്താതിരിക്കട്ടെ. അല്പം വൈകിയാണെങ്കിലും നിങ്ങളുടെ ഉത്തരത്തിന് അഭിനന്ദനങ്ങൾ. മാർക്ക് തരാൻ നിർവാഹമില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് പോകാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. ടീം പൊന്നങ്കോട്, നിങ്ങൾ ഭയങ്കര സംഘർഷത്തിലാണെന്ന് തോന്നുന്നു. ടെൻഷൻ അടിച്ചാണ് ഇരിക്കുന്നത്. അല്ല, പൊന്നങ്കോടുകാരുടെ മുഴുവൻ ടെൻഷൻ നിങ്ങളുടെ മുഖത്ത് കാണാമല്ലോ. കഴിഞ്ഞ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയതല്ലേ, പിന്നെതിനാണ് നമ്മൾ ഇത്തവണ ഭയപ്പെടുന്നത്? ചോദ്യം ഇതാണ്: ഈശോ അത്തിമരത്തെ ശപിക്കുന്നതായി സുവിശേഷത്തിൽ നാം വായിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ അത്തിമരത്തെ ശപിക്കുന്നതിനെ കുറിച്ച് വിവരിക്കുന്നു, അതുപോലെ തന്നെ അത് ഉണങ്ങിപ്പോയതിനെ കുറിച്ച് പരാമർശിക്കുന്നു. ഈ രണ്ട് സംഭവങ്ങളുടെ നടുക്ക് നടക്കുന്നത് എന്താണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ഉത്തരം ആലോചിക്കുക, ഇവരുത്തരം എഴുതട്ടെ. അത്തിമരത്തെ ശപിക്കുന്നതിൻ്റെയും അത്തിമരം ഉണങ്ങിപ്പോകുന്നതിൻ്റെയും വിവരണങ്ങളുടെ നടുക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഏതാണത് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അവസരം തരാം. ടീം പൊന്നങ്കോട്, എന്താണ് നിങ്ങളുടെ ഉത്തരം? ഈശോയുടെ ദേവാലയ ശുദ്ധീകരണമാണ്. ഈശോയുടെ ദേവാലയ ശുദ്ധീകരണം. ശുദ്ധീകരണമാണ് നിങ്ങളുടെ ഉത്തരം. ശരിയാണോ അത്? ആണോ? ഉത്തരം ശരിയാണ് ടീം പൊന്നങ്കോട്. അത് തന്നെയാണ്. ഈശോ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നതാണ് ഈ രണ്ട് സംഭവങ്ങളുടെ മധ്യേ വിവരിക്കുന്നത്. ടീം പൊന്നങ്കോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം താവളം, നിങ്ങൾ ഉത്തരം എഴുതിയോ? എഴുതിയിട്ടില്ല. ഓക്കെ. ടീം പട്ടാമ്പി, ദേവാലയ ശുദ്ധീകരണം എന്നാണ് എഴുതിയത്. ഹിമ, അങ്ങനെയാണ് അവർ എഴുതിയത് അല്ലേ? പിന്നെന്താണ് അവർ ആലോചിച്ച് നിന്നത്? ഇത് തന്നെയാണോ എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ആലോചിക്കേണ്ടതില്ല, അത് തന്നെയാണത്. ടീം പട്ടാമ്പിക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം അത് ടീം താവളത്തിനുള്ളതാണ്. ചോദ്യം ഇതാണ്: ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്കു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവീക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്കു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവീക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് എന്തിനു വേണ്ടി? ഉത്തരം എഴുതാം.
ക്യാപിയർ പെൻ. ടീം താവളം, എന്താണ് നിങ്ങളുടെ ഉത്തരം? പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാൻ. അതാണ് അതിന്റെ ഉത്തരം. പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാന പുരോഹിതൻ അഭിഷിക്തനാകുന്നത്. ടീം താവളം, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പട്ടാമ്പി, എന്താണ് നിങ്ങളുടെ ഉത്തരം? പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. ടീം പൊന്നങ്കോട്, എന്താണ് നിങ്ങളുടെ ഉത്തരം? പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണെന്നുള്ളതിൻ്റെ നിങ്ങൾ എന്താണ് എഴുതിയിരിക്കുന്നത് അത് മാത്രം പറയാം. അർപ്പി വരെ എഴുതി. അർപ്പിക്കാനുള്ള അർപ്പിക്ക വരെ എഴുതി. റോസലിൻ, അങ്ങനെയാണ് അല്ലേ? നിങ്ങൾക്കും തരികയാണ് 20 പോയിന്റുകൾ. ടീം പൊന്നങ്കോട്, അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ സമാപിക്കുമ്പോൾ ഞങ്ങൾക്കറിയണം എന്താണ് സ്കോർ ബോർഡ്. സ്റ്റോർ ഹൗസ് റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ ഇവർ നേടിയിരിക്കുന്ന പോയിന്റ്സ് ഇങ്ങനെയാണ്. ടീം പട്ടാമ്പി 40 പോയിന്റ്സ്, ടീം പൊന്നങ്കോട് 50 പോയിന്റ്സ്, ടീം താവളം 30 പോയിന്റ്സ്. ഈ മത്സരത്തിലെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവുകയാണ്. ഉത്തരം പറയേണ്ടത് ആര് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ബസർ ചെയ്യുകയും ഉത്തരം പറയുകയും ചെയ്താൽ ലഭിക്കുന്നത് 30 പോയിന്റാണ്. ബസർ ചെയ്തിട്ട് ഉത്തരം തെറ്റിക്കുകയോ ഉത്തരം പറയാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമാകാനിരിക്കുന്നത് 10 പോയിന്റുകളാണ്. റെഡി? ഒന്നാമത്തെ ചോദ്യം. അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല എന്ന് വിശുദ്ധ പൗലോസ്ലീഹ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ടീം പൊന്നംകോട്. ടീം പൊന്നംകോട്, നിങ്ങൾ ഉത്തരം പറയാൻ പോവുകയാണ്. ഞാൻ ചോദ്യം പൂർത്തിയാക്കിയില്ലല്ലോ. കുഴപ്പമില്ലല്ലേ? ഉത്തരം പറയാം, ഉത്തരം മാത്രം. ഒന്നും കൂടുതൽ ഉണ്ടാകരുത്, ഒന്നും കുറയരുത്. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, ജ്ഞാനസ്നാനത്തെ സംബന്ധിച്ച പ്രബോധനം, കൈവെപ്പ്, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി എന്നിവയെക്കുറിച്ച് ഇനിയൊരു അടിസ്ഥാനം ഇടേണ്ടതില്ല. ചോദ്യം പൂർത്തീകരിക്കാം. അതിനാൽ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇനി വീണ്ടും ഒരു അടിസ്ഥാനം ഇടേണ്ടതില്ല എന്ന് പൗലോസ്ലീഹ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നിർജീവ പ്രവൃത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവ്, ദൈവത്തിലുള്ള വിശ്വാസം, മരിച്ചവരുടെ ഉയർപ്പ്, നിത്യവിധി. ഇവ കൂടാതെ 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഏതൊക്കെയാണ് അത് എന്നതായിരുന്നു ചോദ്യം. നിങ്ങളുടെ ഉത്തരത്തിൽ അതുണ്ട്. തൽക്കാലം കുറച്ച് ധൃതി പിടിച്ച് പറഞ്ഞെങ്കിലും ക്വിസ് മാസ്റ്റർ ഉദാരവാനായതുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റ് തരികയാണ്. ടീം പൊന്നങ്കോട് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകി. വെറുതെ വചനത്തിന് സാക്ഷ്യം നൽകിയെന്നല്ല, പകരം ഒരു വിശേഷണത്തോടു കൂടെയുള്ള ടീം പൊന്നംകോട്. ടീം പൊന്നങ്കോട് തന്നെയാണ് രണ്ടാമത്തെ പ്രാവശ്യം ബസർ ചെയ്ത്. ഇത്തവണ ഞാൻ മുൻപ് കാണിച്ച ഹൃദയവിശാലത ഉണ്ടാവുകയില്ല എന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഉത്തരം പറയാം. കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകി. ചോദ്യം പൂർത്തീകരിക്കാം. എങ്കിലും അവർ വളരെ നാൾ അവിടെ താമസിച്ച് കർത്താവിനെ പറ്റി ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകി. വെറുതെ വചനത്തിന് സാക്ഷ്യം നൽകിയെന്നല്ല, പകരം ഒരു വിശേഷണത്തോടു കൂടെയുള്ള വചനത്തിന് സാക്ഷ്യം നൽകിയെന്നാണ്. ഏതാണ് ആ വിശേഷണം എന്നതായിരുന്നു ചോദ്യം. നിങ്ങളുടെ ഉത്തരം കൃപയുടെ വചനത്തിന് സാക്ഷ്യം നൽകിയെന്നാണ്. ആ ഉത്തരം ശരിയാണ്. ടീം പൊന്നങ്കോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റ് കൂടി. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിന്റെ മൂന്നാമത്തെ ചോദ്യം ടീം താവളത്തിനും ടീം പട്ടാമ്പിക്കും കൂടെ പങ്കെടുത്തെടുക്കാവുന്ന ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ഇതറിഞ്ഞ് ബർണബാസും പൗലോസും വസ്ത്രം കീറി ജനക്കൂട്ടത്തിനിടയിലേക്ക് ഓടിച്ചെന്ന് വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യരെ, നിങ്ങളീ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ്. പൗലോസിനെയും ബർണബാസിനെയും ദേവന്മാരായി കണ്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ മറുപടിയാണിത്. പൗലോസിൻ്റെയും ബർണബാസിൻ്റെയും സ്ഥാനത്തെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 14:14 എന്താണ് പറയുന്നത്? ടീം പൊന്നങ്കോട്,
അവർ ബർണാബാസിനെ സേവൂസ് എന്നും പൗലോസ് മുഖ്യ പ്രാസംഗികനായതിനോട് ഹെർമസ് എന്നും വിളിച്ചു. നഗരത്തിന് മുമ്പിലെ സേവൂസിന്റെ ക്ഷേത്രത്തിലെ പ്രധാന പുരോഹിതൻ കാളകളും പൂമാലകളുമായി ജനങ്ങളോടൊത്ത് ബലിയർപ്പിക്കുവാൻ വന്നു. ബൈബിൾ മുഴുവൻ പറയൂ, കുറച്ചുകൂടെ പറയൂ. ടീം പൊന്നങ്കോട്, നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. 10 പോയിന്റ് മൈനസ് ഉണ്ട്. അത് ആദ്യം തന്നോളൂ, ഞാൻ പിന്നെ മറന്നുപോയാലോ. തന്നോളൂ. ചോദ്യം പാസ് ചെയ്യപ്പെടുകയാണ്. ടീം താവളം, എന്താണ് നിങ്ങളുടെ ഉത്തരം? ചോദ്യം ഒന്നും കൂടെ പറയാ സർ? ഇല്ല, ചോദ്യം 2 പ്രാവശ്യം ആവർത്തിച്ചു. ടൈം ഔട്ട്. ടീം പട്ടാമ്പി. പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നു. ഉത്തരം തെറ്റാണ് ടീം പട്ടാമ്പി. അവരുടെ സ്ഥാനം ഏതാണ്? അപ്പസ്തോലന്മാരാണ്. അവർ അപ്പസ്തോലന്മാരാണ്. അപ്പസ്തോലന്മാരെന്നതാണ് അവരുടെ സ്ഥാനം. വളരെ എളുപ്പമുള്ള ഉത്തരമായിരുന്നു, നിങ്ങൾ അത് ശരിയാക്കിയില്ല. സാരമില്ല. ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് പോയി. 4ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: തിരുസഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സൂനഹദോസ് ജെറുസലേം സൂനഹദോസാണ്. സഭയുടെ സാർവത്രിക രക്ഷാമുഖത്തെക്കുറിച്ച്, അതായത് വിജാതീയരും യഹൂദരും സഭയിൽ ഒരുപോലെ അംഗങ്ങളായിരിക്കുമോ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ സൂനഹദോസ് ഒരുമിച്ചു കൂടിയത്. ആരൊക്കെ ഒരുമിച്ചു കൂടിയാണ് ഈ കാര്യങ്ങൾ പരിഗണിച്ചത്? ടീം പൊന്നങ്കോട് ഇത്തവണ ഉത്തരം പൂർത്തിയാക്കാൻ നിന്നു. ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്യാൻ തുടങ്ങി. ഉത്തരം പറയൂ. അപ്പസ്തോലന്മാരും സഭയിലെ ശ്രേഷ്ഠന്മാരും. ഉത്തരം ശരിയാണ്. അപ്പസ്തോലന്മാരും ശ്രേഷ്ഠന്മാരും, അതായത് അപ്പസ്തോലന്മാരും അവരുടെ പിൻഗാമികളായ മെത്രാന്മാരും അവരൊരുമിച്ച് ചേർന്നാണ് ജെറുസലേം സൂനഹദോസ് നടത്തിയത്. ആദ്യത്തെ കൗൺസിൽ, എക്യുമെനിക്കൽ കൗൺസിലാണത്. അന്നു മുതൽ ഇന്നു വരെയുള്ള കൗൺസിലുകളിലൊക്കെ അപ്പസ്തോലന്മാരുടെ പിൻഗാമികൾ തന്നെയാണ് സന്നിഹിതരാകുന്നത്. ടീം പൊന്നങ്കോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ടും ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് അന്വേഷിക്കാം എന്താണ് ഇവരുടെ സ്ഥിതി. സ്കോർ ബോർഡ്. ടീം പട്ടാമ്പിക്ക് ലഭിച്ചിരിക്കുന്നത് 40 പോയിന്റ്സ്. ടീം പൊന്നങ്കോട് 130 പോയിന്റ്സ്. ടീം താവളം നേടിയിരിക്കുന്നത് 30 പോയിന്റ്സ്. സ്ക്രീനിൽ ദൃശ്യമാകുന്ന ചിത്രം ശ്രദ്ധാപൂർവം കാണുക, ചോദ്യത്തിന് ഉത്തരം നൽകുക. അത്രമാത്രമേ ഉള്ളൂ. 30 പോയിന്റുകളാണ് നിങ്ങൾക്ക് നേടാവുന്നത്. ചോദ്യം പാസ് ചെയ്യപ്പെടുന്നതാണ്. പാസ് ചെയ്ത് കിട്ടുന്ന ടീമിന് 20 പോയിന്റ് കരസ്ഥമാക്കാനുള്ള സാഹചര്യമുണ്ട്. നമുക്ക് ആരംഭിക്കാം. ടീം പൊന്നങ്കോട്, നിങ്ങൾക്കുള്ളതാണ് ഈ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം. തയ്യാറാണോ? തയ്യാറാണ്. ശരി, നമുക്ക് നോക്കാം. വിഷ്വൽ. ചിത്രത്തിൽ കാണുന്ന സംഭവം എന്താണ്? ഈശോ ശിശുക്കളെ അനുഗ്രഹിക്കുന്നു. ഉത്തരം ശരിയാണ്. ഈശോ ശിശുക്കളെ അടുത്ത് വിളിച്ച് കരങ്ങളിലെടുത്ത് നെറുകയിൽ കരം വെച്ച് ആശീർവദിക്കുന്നതിന്റെ ചിത്രമാണ് നിങ്ങൾ കണ്ടത്. അഭിനന്ദനങ്ങൾ ടീം പൊന്നങ്കോട്, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. 30 പോയിന്റുകൾ. ടീം താവളം, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ഇത്തവണ ഉണ്ടാകില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു? പ്രതീക്ഷിച്ചില്ല. ചോദിക്കട്ടെ. വിഷ്വൽ. എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ജെറുസലേം പ്രവേശനം. ഉത്തരം ശരിയാണ്. വളരെ അനായാസകരമായ ഉത്തരമാണ്. ഈശോയുടെ ജെറുസലേം ദേവാലയത്തിലേക്കുള്ള പ്രവേശനമാണ് നിങ്ങൾ കണ്ടത്. ഓശാന വീഥിയിലൂടെ രാജകീയമായി കഴുതക്കുട്ടിയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ഈശോയെയാണ് കണ്ടത്. ടീം താവളം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പട്ടാമ്പി, നിങ്ങൾക്കുള്ളതാണ് അടുത്ത വിഷ്വൽ. ഇത് ശാലോമിൽ നിന്നായിരിക്കുമോ വിശുദ്ധഗ്രന്ഥത്തിൽ നിന്നായിരിക്കുമോ? അറിയില്ല. ചോദ്യം വിട്ട അച്ഛനാണല്ലോ, പിന്നെ എങ്ങനെ അറിയുമല്ലേ? ശരി, നോക്കാം വിഷ്വൽ. ചിത്രത്തിൽ കാണുന്ന വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിലെ ഈ ദർശനം എന്താണ്? വെളിപാട് പുസ്തകത്തിലെ 19-ാം അധ്യായത്തിലെ ഈ ദർശനം എന്താണ്? വെള്ളക്കുതിരയുടെ പുറത്ത് ദൈവവചനം എന്ന് എഴുതപ്പെട്ട നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമായവന്റെ വരവ്. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. വ്യക്തമാക്കി പറയാമോ?
സ്വർഗം തുറക്കപ്പെട്ടു. വെള്ളക്കുതിരയുടെ പുറത്ത് ഒരുവൻ വരുന്നു. അവൻ സത്യവാനെന്നും വിശ്വസ്തനെന്നും വിളിക്കപ്പെടുന്നു. അവന്റെ വസ്ത്രത്തെക്കുറിച്ച്? അവന്റെ വസ്ത്രം രക്തത്തിൽ മുക്കിയ മേലങ്കി ഉണ്ടായിരുന്നു. അവന്റെ നാമം ദൈവവചനമെന്നാണ്. നിങ്ങൾ ആ വാക്ക് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് പോയിന്റുകൾ തരാൻ പോകുന്നത്. ദൈവവചനം എന്നാണ് ആ വെളിപാടിൽ സംസാരിക്കുന്നത്. നിങ്ങൾ കണ്ടത് ഈശോയെയാണ്. രക്തത്തിൽ മുക്കിയ മേലങ്കി, അത് ഈശോയുടെ കുരിശുമരണത്തിൻ്റെ, രക്തം ചിന്തിയുള്ള മരണത്തിൻ്റെ അടയാളമാണ്. രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്ന വെള്ളക്കുതിരയുടെ പുറത്തിരിക്കുന്ന സർവ്വജനതകളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കുന്ന ദൈവവചനമാണ് ആ ദർശനത്തിലുള്ളത്. ടീം പട്ടാമ്പി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം അത് പൂർണ്ണമായും ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങൾ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്, സഹായിക്കുക തന്നെ വേണം. ടീം പൊന്നങ്കോട്, നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ എങ്ങനെയായിരുന്നു പഠിച്ചത്? ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി നടത്തിയിരുന്നു, തന്നെയും പഠിച്ചിരുന്നു. കഴിഞ്ഞ മത്സരം കഴിഞ്ഞപ്പോൾ ആ മത്സരം നിങ്ങളെ എന്തൊക്കെ പഠിപ്പിച്ചു? ഒന്നുകൂടെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്ന് ഞാനുണ്ടായിരുന്നില്ല, അവര് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു തന്നു. ശരി, ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ആയതുകൊണ്ട് കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങൾ ചോദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റെഡിയല്ലേ? ചോദ്യം: നവതി ആഘോഷിക്കുന്ന ഒരു അതിരൂപതയുടെ കത്തീഡ്രൽ ദേവാലയമാണ് ചിത്രത്തിൽ. ഏത് അതിരൂപത? ഏതാണ് ഈ കത്തീഡ്രൽ ദേവാലയം? തിരുവല്ല അതിരൂപത, സെന്റ് ജോൺസ് കത്തീഡ്രൽ. ഉത്തരം ശരിയാണ്. തിരുവല്ല മലങ്കര കത്തോലിക്ക രൂപതയുടെ കത്തീഡ്രലാണത്. ടീം പൊന്നങ്കോട്, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം താവളത്തിനാണ്. താവളത്തുനിന്ന് 2 ടീമുകളാണ് മത്സരിക്കുന്നത്, അല്ലേ? നിങ്ങൾ 2 ടീമും ഒരുമിച്ചിരുന്നാണോ പഠിച്ചത്? അല്ല, അവര് വീടുകളിൽ ഇരുന്നാ പഠിക്കുന്നത്, ഞങ്ങള് പള്ളിയുടെ പാരിഷ് ഹാളിൽ ഇരുന്നാ പഠിക്കുന്നത്. അങ്ങനെയുണ്ട്. അവർ വീടുകളിൽ ഇരുന്ന് പഠിക്കുമ്പോൾ ഞങ്ങൾ പള്ളിയുടെ പാരിഷ് ഹാളിൽ ഇരുന്നാണ് പഠിക്കുന്നത്. സ്വാഭാവികമായും നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാകേണ്ടതാണ്, അല്ലേ? നമുക്ക് നോക്കാം. ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി കേണൽ പദവി ലഭിച്ച കത്തോലിക്ക വൈദികനാണ് ഇത്. CMI സന്യാസമൂഹാംഗമായ ഇദ്ദേഹം ബംഗളൂരു ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറാണ്. ഫെഡറൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഓണററി കേണൽ കമാൻഡന്റ് പദവി ഇദ്ദേഹത്തിന് സമ്മാനിച്ചത്. ആരാണ് ഈ വൈദികൻ? ഫാദർ അബ്രാഹം മാണി വെട്ടിയാങ്കൽ. കൃത്യമാണ് ഉത്തരം. ഫാദർ അബ്രാഹം മാണി വെട്ടിയാങ്കൽ CMI ആണ് നിങ്ങൾ കണ്ട ഈ വൈദികൻ. ഉത്തരം ശരിയാണ്. ടീം താവളം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. ടീം പട്ടാമ്പി, നിങ്ങൾ എങ്ങനെയൊക്കെ പഠിച്ചു? ഞങ്ങൾ ഒരുമിച്ച് ഇരുന്ന് ഓൺലൈനായിട്ട് പഠിക്കാറുണ്ട്, പള്ളിയിൽ വന്നിരുന്ന് ഒരുമിച്ച് പഠിക്കാറുണ്ട്. അച്ഛൻ എന്താണ് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്? അച്ഛന് ഞങ്ങളെ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. നിങ്ങളുടെ വികാരിച്ചന്റെ പേരെന്താ? ഫാദർ അൽജോ കുറ്റിക്കാട്. അച്ഛൻ നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുകയും നിങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയാം. ശരിയല്ലേ? നോക്കട്ടെ. ചോദ്യം: ക്രൈസ്തവ സഭാചരിത്രത്തിലും സാഹിത്യത്തിലും വ്യക്തിമുദ്ര പതിപ്പിച്ച അധ്യാപകൻ. ഭാഷാപണ്ഡിതനായ ഇദ്ദേഹത്തിൻ്റെ ക്രിസ്തുഗാഥ എന്ന കൃതി വിശ്വാസികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയതാണ്. KCBC അവാർഡ്, ഉള്ളൂർ അവാർഡ് എന്നിവയടക്കം 20ഓളം സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിയാണ് ഇദ്ദേഹം. സാഹിത്യശാസ്ത്രം, വിമർശനം, ജീവചരിത്രം, മതചിന്ത എന്നിങ്ങനെ വിവിധ മേഖലകളിലായി 50ഓളം കൃതികളുടെ രചയിതാവാണ്. ആരാണ് ഈ പ്രതിഭാധനനായ വ്യക്തി? പ്രൊഫസർ മാത്യു ഉലകന്തര. ടീം പട്ടാമ്പി, നിങ്ങളുടെ ഉത്തരം ശരിയാണ്. അത് പ്രൊഫസർ മാത്യു ഉലകന്തറയാണ്. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം ആരാണ് മുൻപിൽ നിൽക്കുന്നത്, ആരൊക്കെയാണ് മുൻപിലേക്ക് കടന്നു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കോർ ബോർഡ്: ടീം പട്ടാമ്പി 100 പോയിന്റ്സ്, ടീം പൊന്നങ്കോട് 190 പോയിന്റ്സ്, ടീം താവളം 90 പോയിന്റ്സ്. മത്സരത്തിന്റെ രീതി ഇങ്ങനെയാണ്. ഞാനൊരു വചനമോ വചനഭാഗമോ നിങ്ങളെ അറിയിക്കും. നിങ്ങൾ വിശുദ്ധഗ്രന്ഥം തുറന്ന് അതെവിടെയാണ് എന്ന് കണ്ടെത്തണം. നിങ്ങളത് കണ്ടെത്തി കഴിയുമ്പോൾ അതിൽ വിരൽ തൊടണം. എന്നിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ തൊട്ട് മുൻപുള്ള വചനം വായിച്ച് കേൾപ്പിക്കണം. 30 സെക്കൻഡ് സമയമാണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടി നൽകാൻ പോകുന്നത്. 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക്
30 പോയിന്റുകൾ ലഭിക്കും. ഇനി ഒരു കോംപ്ലിമെന്റ് കൂടിയുണ്ട്. 20 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്കത് കണ്ടെത്തി വായിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഒരു 10 പോയിന്റ് നിങ്ങൾക്ക് കോംപ്ലിമെന്റ് ആയിട്ട് തരും. അങ്ങനെ ആകെ 40 പോയിന്റ് നേടാനുള്ള ഒരവസരം കൂടി നിങ്ങൾക്കുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ്. ടീം താവളം, നിങ്ങൾക്ക് വചനഭാഗങ്ങൾ എവിടെയാണ് കിടക്കുന്നതെന്ന് വ്യക്തമാണ്. അതെ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട്. പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. എന്തെന്നാൽ മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു, വിശ്വാസത്യാഗത്തിനെതിരെ. എന്തെന്നാൽ മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതനായ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു. ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട് എന്നാണ് ഹെബ്രായ ലേഖനത്തിൽ നിന്ന് നിങ്ങൾ വായിച്ചത്. ടീം താവളം, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അതോടൊപ്പം 20 സെക്കൻഡിനുള്ളിൽ നിങ്ങളത് വായിച്ചത് കൊണ്ട് കോംപ്ലിമെന്ററി ആയ 10 പോയിന്റ് കൂടി ചേർത്ത് 40 പോയിന്റുകൾക്ക് നിങ്ങൾ അർഹരായിരിക്കുകയാണ്. അടുത്ത ചോദ്യം ടീം പട്ടാമ്പിക്കുള്ളതാണ്. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. അവൻ ജെറൂസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. അവൻ ജെറൂസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. സെക്കൻഡുകൾ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോസാന. ഉത്തരം ശരിയാണ്. നമ്മുടെ പിതാവായ ദാവീദിന്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം, ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറൂസലേമിൽ പ്രവേശിച്ച് ദേവാലയത്തിനുള്ളിലേക്ക് പോയി. ടീം പട്ടാമ്പി, അവസാന സെക്കൻഡിലാണ് നിങ്ങൾ വായിച്ചു തുടങ്ങിയത്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ചോദ്യം. ആ വസ്ത്രം വിശുദ്ധരുടെ സത്പ്രവൃത്തികളാണ്. ആ വസ്ത്രം വിശുദ്ധരുടെ സത്പ്രവൃത്തികളാണ്. ശോഭയേറിയതും നിർമ്മലവുമായ മൃദുല വസ്ത്രം ധരിക്കാനുള്ള അനുഗ്രഹം അവൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആ വസ്ത്രം വിശുദ്ധരുടെ സൽപ്രവൃത്തികളാണ്. ഉത്തരം ശരിയാണ്. ടീം പൊന്നങ്കോട്, നിങ്ങൾക്ക് 30 പോയിന്റ് മാത്രമല്ല ലഭിക്കുന്നത്, 20 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ തുടങ്ങിയത് കൊണ്ട് 40 പോയിന്റിന് നിങ്ങൾ അർഹരാവുകയാണ്. 4ാമത്തെ റൗണ്ടിന്റെ 2ാമത്തെ ഘട്ടം ഏറെ ആകർഷകമാണ്. ഇത് പൂർണ്ണമായും ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. ഇവിടെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയുകയല്ല, ചോദ്യത്തിൻ്റെ ഉത്തരം ചെയ്യുകയാണ് ചെയ്യുന്നത്. നിധിയാണ് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. ആ നിധി മറച്ചു വെച്ചിരിക്കുകയാണ് വാക്കുകളായി മുറിച്ച്. നിങ്ങൾക്ക് സമയം അനുവദിക്കുമ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന വാക്കുകളെ കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് വചനം സൃഷ്ടിക്കാം. 1 മിനിറ്റാണ് നിങ്ങൾക്കിതിനായി നൽകാനിരിക്കുന്ന സമയം. ആ സമയം കൊണ്ട് നിങ്ങൾ വചനം പൂർത്തീകരിച്ചാൽ, അത് ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 പോയിന്റുകൾ ലഭിക്കും. ടീം പൊന്നങ്കോട് റെഡിയാണോ? വരൂ. സ്റ്റാർട്ട്. നിങ്ങൾക്ക് സംസാരിക്കാം, ആലോചിക്കാം, ക്രമീകരിക്കാം. സെക്കൻഡ് കൂടി.
ടൈം ഔട്ട്. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. ടീം പൊന്നങ്കോട്, പൂർത്തീകരിക്കാൻ കഴിഞ്ഞോ? ഇല്ല. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ചലഞ്ച് തരാം. ഒരു 10 സെക്കൻഡ് സമയം കൂടി ഞാൻ തരികയാണെങ്കിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുമോ? സാധിക്കും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ശരിയാക്കിയാൽ നിങ്ങൾക്ക് 10 പോയിന്റാണ് തരാനിരിക്കുന്നത്. ഈ ചലഞ്ച് ഏറ്റെടുക്കണോ? തീർച്ചയായും. ശരി, എങ്കിൽ ഈ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ്. വായിക്കാം. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യും. പൂർണ്ണമായും ശരിയാണോ? പൂർണ്ണമായും ശരിയല്ല. എന്തു പറ്റി? നിങ്ങൾ എന്നുള്ളത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ്. നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്നായിരുന്നു. ചെറിയൊരു മിസ്റ്റേക്കാണ്, അതുകൊണ്ട് പോയിന്റ് തരാൻ നിർവാഹമില്ല. ക്വിസ് മാസ്റ്റർ വിശാല ഹൃദയനായതുകൊണ്ട് നിങ്ങളുടെ മൈനസ് പോയിന്റ് എടുക്കുന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാം. താങ്ക് യു. ടീം താവളം, നിങ്ങളുടെ അവസരമാണ്. തയ്യാറാണ്? വരൂ. നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. സെക്കൻഡുകൾ. ഒരു സെക്കൻഡ് കൂടി. ടൈം ഔട്ട്. ടീം താവളം, നിങ്ങൾക്ക് 10 സെക്കൻഡ് ഞാൻ തരും. ചെയ്താൽ 10 പോയിന്റ് തരും, ഇല്ലെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. തയ്യാറാണ്? തയ്യാറല്ല. നിങ്ങൾ പിൻവാങ്ങുകയാണ്. ഏതാണ് ഈ വചനമെന്നറിയാമോ? പറഞ്ഞോളൂ. ഞങ്ങളിൽ ചിലർ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്നും ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. ഉത്തരം ഏതാണ്ട് ശരിയാണ്. കൃത്യമായി ഇങ്ങനെയാണ്: ഞങ്ങളിൽ ചിലർ പ്രസംഗങ്ങൾ മുഖേന നിങ്ങൾക്ക് മനഃശാഞ്ചല്യം വരുത്തിക്കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുവെന്ന് ഞങ്ങൾ കേട്ടു. ഞങ്ങൾ അവർക്ക് യാതൊരു നിർദ്ദേശവും നൽകിയിരുന്നില്ല. അറിയാവുന്ന വചനമായിരുന്നു അല്ലേ? എന്തുകൊണ്ടാണത് പൂർത്തീകരിക്കാൻ പറ്റാതെ പോയെ? കറക്റ്റ് വചനങ്ങൾ കിട്ടിയില്ല, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സാരമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാം. ടീം പട്ടാമ്പി, വരൂ. തുടങ്ങാം. സ്റ്റാർട്ട്. മുപ്പത് സെക്കൻഡ് കൂടി. ഏഴ് സെക്കൻഡ് കൂടി. വായിക്കണം. 3 സെക്കൻഡ്. 2, 1. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വിലാപത്തോടും യാചനകളും പ്രാർത്ഥനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. നിങ്ങൾക്ക് കുറേ കാർഡുകൾ മിച്ചം വന്നല്ലോ. ഒരു 10 സെക്കൻഡോടെ തന്നാൽ നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റുമോ? പറ്റും. പക്ഷേ പൂർത്തിയായില്ലെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. ഓക്കെ, സ്റ്റാർട്ട്.
ടൈം ഔട്ട്. പൂർത്തിയാക്കിയോ? വായിക്കൂ. ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് മരണത്തിൽ നിന്നു തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ യാചനകളും പ്രാർത്ഥനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ഉത്തരം ശരിയാണ്. ടീം പട്ടാമ്പി. ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, എങ്കിൽ പോലും നിങ്ങൾക്ക് പോയിന്റ് തരാം. 10 പോയിന്റുകൾ നിങ്ങൾക്ക് തരികയാണ് ടീം പട്ടാമ്പി. അഭിനന്ദനങ്ങൾ. 4ാമത്തെ റൗണ്ട് പൂർണ്ണമാകുമ്പോൾ ഞങ്ങളുടെ ആകാംക്ഷ സ്കോർ ബോർഡിലേക്കാണ്. പറയൂ. ടീം പട്ടാമ്പിക്ക് ലഭിച്ചിരിക്കുന്നു 140 പോയിന്റ്സ്. ടീം പൊന്നങ്കോടിന് ലഭിച്ചിരിക്കുന്നു 230 പോയിന്റ്സ്. ടീം താവളം സ്വന്തമാക്കിയിരിക്കുന്നു 130 പോയിന്റ്സ്. ആവേശോജ്വലമായി മത്സരത്തിന്റെ അവസാനത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ചോദ്യം നിങ്ങൾ വാങ്ങുകയാണ്. 1ാമത്തെയും 2ാമത്തെയും ചോദ്യങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം ഉണ്ടായിരിക്കും. 3ാമത്തേതിന് അതുണ്ടാവുകയില്ല. ടീം പട്ടാമ്പി, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? സേഫ് ആണോ? അല്ല. സേഫ് അല്ല. നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്രൊസീഡ് ചെയ്യുന്നു. ചോദ്യം എടുക്കാനാണ് പോകുന്നത് അല്ലേ? ധൈര്യമുണ്ട്? ഉണ്ട്. അതാണ് ബുദ്ധിപൂർവകമായ തീരുമാനം. തരൂ, 30 പോയിന്റ് തരൂ. ചോദ്യം ഇതാണ്. വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമായതിനാൽ ശരിയായ വ്യാഖ്യാനത്തിന് തെല്ലും അപ്രധാനമല്ലാത്ത മറ്റൊരു തത്വം കൂടിയുണ്ട്. ഈ തത്വത്തിന്റെ അഭാവത്തിൽ വിശുദ്ധ ഗ്രന്ഥം വെറും മൃതാക്ഷരങ്ങളായി നിലകൊള്ളുന്നു. ഏതാണ് ആ തത്വം? ആവർത്തിക്കാം. വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമായതിനാൽ ശരിയായ വ്യാഖ്യാനത്തിന് തെല്ലും അപ്രധാനമല്ലാത്ത മറ്റൊരു തത്വം കൂടിയുണ്ട്. ഈ തത്വത്തിന്റെ അഭാവത്തിൽ വിശുദ്ധ ഗ്രന്ഥം വെറും മൃതാക്ഷരങ്ങളായി നിലകൊള്ളുന്നു. ഏതാണ് ആ തത്വം? ദൈവനിവേശിതമായിട്ടുള്ളതായതുകൊണ്ട് അത് എഴുതിയത് ദൈവനിവേശിതമായതുകൊണ്ട് അത് വായിക്കാനും വ്യാഖ്യാനിക്കാനും അതേ ആത്മാവിന്റെ പ്രകാശത്തിലായിരിക്കും. ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. അത് ദൈവനിവേശിതമാണ്. പരിശുദ്ധാത്മാവാണ് അതിൻ്റെ രചയിതാവ്, അൾട്ടിമേറ്റ് ആയിട്ടുള്ള രചയിതാവ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലല്ലാതെ, ആ പ്രകാശത്തിലല്ലാതെ വചനം വായിക്കാൻ കഴിയില്ല, വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം. ടീം പട്ടാമ്പിക്ക് ലഭിക്കുകയാണ് തന്നതിൻ്റെ ഇരട്ടി, 60 പോയിന്റ്. 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാമോ? നിങ്ങൾ ഇപ്പൊ സേഫ് ആയില്ലേ? ഇനി റിസ്ക് എടുക്കണോ? പോകാം. തരൂ. 40 പോയിന്റുകളാണ് നിങ്ങൾ കൈവിട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ടെൻഷൻ ഉണ്ടോ? കുറച്ച് ടെൻഷനുണ്ട്. ചിരിച്ചോണ്ടാണോ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നത്? ചോദ്യം ഇതാണ്. എന്താണ് പ്രകൃത്യാതീതമായ വിശ്വാസ അവബോധം അഥവാ സെൻസുസ് ഫിദേയ്? സെൻസുസ് ഫിദേലിയം എന്നും പറയും. എന്താണ് അത്? വിശ്വാസ അവബോധം എന്താണ്? ദൈവാവിഷ്കൃത സത്യങ്ങൾ വിശ്വാസത്തിന്റെ അവബോധത്തിൽ നിന്ന് അത് സത്യത്തിന്റെ ഉറപ്പ് കൈവരുന്നത് വിശ്വാസികൾക്ക് ഉണ്ടാവുന്ന അവബോധം. ഉത്തരം വ്യക്തമല്ല, അത് പൂർണ്ണവുമല്ല. നിങ്ങളുടെ പോയിന്റ് നഷ്ടപ്പെടുകയാണ്. തന്ന 40 പോയിന്റ് എൻ്റേതാവുകയാണ്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടുകയും ആകാമായിരുന്നു. രണ്ടും നിങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു. 40 പോയിന്റ് എൻ്റേതായിരിക്കുകയാണ്. എന്താണ് വിശ്വാസ അവബോധം എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം ഇതാണ്: സത്യവിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തിരുസഭയ്ക്ക് ഒന്നടങ്കം ഒരിക്കലും തെറ്റുപറ്റുകയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ചില ആളുകൾക്കോ ചില ഗ്രൂപ്പുകൾക്കോ തെറ്റുപറ്റാം, പക്ഷേ പരിശുദ്ധ സഭയ്ക്ക് ഒന്നടങ്കം തെറ്റുപറ്റുകയില്ല. അതിൻ്റെ കാരണം തിരുസഭ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. സ്ഥൈര്യലേപനത്തിലാണ് സകല വ്യക്തികളും അത് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധ സഭയ്ക്ക് ഒരിക്കലും ഒന്നടങ്കം തെറ്റുപറ്റുകയില്ല. നഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് 40 പോയിന്റുകൾ. സങ്കടമായോ?
കഴിഞ്ഞ ചോദ്യത്തിന് 30 പോയിന്റ് കിട്ടിയതായിരുന്നു. അതോടെ കൂട്ടിച്ചേർത്ത് 10 പോയിന്റ് നഷ്ടപ്പെടുത്തി. പക്ഷെ ഇനിയൊരു പ്രതീക്ഷയുണ്ട്, 100 പോയിന്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എന്തു പറയുന്നു? എന്തു പറയുന്നു? തീരുമാനമെടുക്കാനുള്ള സമയം അവസാനിക്കുകയാണ്. പ്രൊസീഡ് ചെയ്യാൻ പോവുക. 50 പോയിന്റ് കൂടെ തരാൻ പോവുകയാണ്. അത് നിങ്ങളെ കഷ്ടത്തിലാക്കുമോ? തരൂ. ഈ 100 പോയിന്റ് കിട്ടിയാൽ കഥയാകെ മാറും അല്ലേ? ചോദ്യത്തിലേക്ക് പോകാം. വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്ക് പ്രചോദനം നൽകിയ പരിശുദ്ധാത്മാവിന് വിധേയമായി വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ 3 മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ രണ്ടാമത്തേത് ഏതാണ്? പരിശുദ്ധാത്മാവിന് വിധേയമായി വിശുദ്ധ ഗ്രന്ഥത്തെ, വചനത്തെ വ്യാഖ്യാനിക്കുന്നതിന് 3 മാനദണ്ഡങ്ങളാണ് സഭ നിർദ്ദേശിക്കുന്നത്. അതിൽ രണ്ടാമത്തേത് ഏതാണ്? അതിൽ രണ്ടാമത്തേത് ഏതാണ്? വിശുദ്ധ ഗ്രന്ഥം സജീവ പാരമ്പര്യത്തിൽ വായിക്കണം. ആരുടെ? സഭയുടെ സജീവ പാരമ്പര്യം. ഉത്തരം ശരിയാണ്. സജീവ പാരമ്പര്യത്തിൽ എന്ന് പറഞ്ഞാൽ പോലും ഉത്തരം ശരിയാണ്. പരിശുദ്ധ സഭയുടെ സജീവ പാരമ്പര്യത്തിൽ, ലിവിങ് ട്രഡീഷൻ, അതിൽ വേണം വചനം വായിക്കപ്പെടാനെന്നാണ് അതിന്റെ ഉത്തരം. ടീം പട്ടാമ്പിക്ക് ലഭിക്കുകയാണ് ഗോൾഡൻ പോയിന്റ്സ്, 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം പട്ടാമ്പി, വചനം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് തിരുസഭയിലാണ്. തിരുസഭയുടെ ഹൃദയത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തിരുസഭയെ മാറ്റി നിർത്തിക്കൊണ്ട് വചനം വായിച്ചാൽ അത് ഗ്രഹിക്കാനാവില്ല. പരിശുദ്ധ സഭ വേണം. സഭയിൽ നിന്ന് വിഭിന്നമായി നിൽക്കുന്ന സെക്റ്റുകളിലും ഗ്രൂപ്പുകളിലും നിന്ന് വചനം പഠിക്കാനാവില്ല. കാരണം വചനം ആത്യന്തികമായി രേഖപ്പെടുത്തിയത് തിരുസഭയുടെ ഹൃദയത്തിലാണ്. നിങ്ങൾക്ക് സന്തോഷമാണ്, 100 പോയിന്റുകൾ ലഭിച്ചിരിക്കുന്നു. ടീം പൊന്നങ്കോട്, നിങ്ങൾ സേഫ് സോണിലാണോ? സേഫാണ്. നിങ്ങൾക്ക് എന്തു ആകാം. അല്ല, പിന്നെയോ നോക്കണം. സേഫ് ആണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലല്ല, 3 ചോദ്യങ്ങൾ അങ്ങ് നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവും? അതുകൊണ്ട് സേഫ് അല്ല. സേഫ് അല്ല. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ഞങ്ങള് പർച്ചേസ് റൗണ്ടിൽ പങ്കെടുക്കുന്നുണ്ട്. തന്നോളൂ, 30 പോയിന്റ് തരൂ. 30 പോയിന്റുകൾ നിങ്ങളുടെ ഖജനാവിൽ നിന്ന് കുറഞ്ഞിരിക്കുകയാണ്. ചോദ്യം ഇതാണ്: ജീവിക്കുന്ന ദൈവത്തിന്റെ നിത്യവചനമായ ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ മനസ്സുകളെ തിരുലിഖിതങ്ങൾ ഗ്രഹിക്കാനായി തുറക്കുന്നില്ലെങ്കിൽ തിരുലിഖിതങ്ങൾ നമുക്ക് എങ്ങനെയായിത്തീരും? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ ഗ്രഹിക്കാനായി തുറക്കുന്നില്ലെങ്കിൽ ഈ വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് എന്തായിത്തീരും? എന്തുമാത്രമായിരിക്കും? നിർജീവങ്ങളായ മൃതാക്ഷരങ്ങളായി. ഉത്തരം ശരിയാണ്. വിശുദ്ധ ലിഖിതങ്ങൾ നിർജീവമായ മൃതാക്ഷരങ്ങൾ മാത്രമായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ തുറന്നില്ലെങ്കിൽ. ടീം പൊന്നങ്കോട്, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. 60 പോയിന്റ് കിട്ടിയത് കൊണ്ട് വേണമെങ്കിൽ നിർത്തിയേക്കാം എന്നൊരു വിചാരമുണ്ടോ? മുമ്പോട്ട് പോകും. ഏതറ്റം വരെയും പോകുമെന്നാണ് പറയുന്നത്? ഇല്ല, അങ്ങനെയില്ല. തരൂ. 40 പോയിന്റാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കതൊരു നഷ്ടമാണോ? നഷ്ടം തന്നെയാണ്. ശരി, ചോദ്യം ഇതാണ്: നിന്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴിയിൽ പ്രകാശവുമാകുന്നു. സുപ്രസിദ്ധമായ ഒരു വിശുദ്ധ ഗ്രന്ഥ വചനഭാഗമാണിത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏത് പുസ്തകത്തിൽ നിന്നാണ് ഈ ഉദ്ധരണി? സങ്കീർത്തനങ്ങൾ 119, 105. ഉത്തരം ശരിയാണ്. അത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ്. ടീം പൊന്നങ്കോട്, തന്നത് മാത്രമല്ല, ഇരട്ടി അഭിനന്ദനങ്ങൾ. 2 പ്രാവശ്യം ശരിയായെന്ന് കരുതി 100 പോയിന്റിൻ്റെത് ശരിയാകുമോ? ഉറപ്പില്ല. എടുക്കണോ? അത് എടുക്കുന്നുണ്ട്. 50 പോയിന്റ് പോകും. പേടിയില്ല. തരൂ. 50 പോയിന്റിന്റെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: പൂർവകാലങ്ങളിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ ഈ അവസാന നാളുകളിൽ അവിടുന്ന് എന്തു ചെയ്തു എന്നാണ് എബ്രായ ലേഖനത്തിന്റെ ആരംഭത്തിൽ നാം വായിക്കുന്നത്. പൂർവകാലങ്ങളിൽ പല ഘട്ടങ്ങളിലും പല രീതിയിൽ ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പ്രിയപുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ഉത്തരം ശരിയാണ്. ഈ അവസാന നാളുകളിൽ തന്റെ പ്രിയപുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ ഉത്തരം. ടീം പൊന്നങ്കോട്, 100 പോയിന്റാണ്.
100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത അവസരം ടീം താവളത്തിൻ്റെതാണ്. ടീം താവളം, എന്താണ് നിങ്ങളുടെ സ്ഥിതി? ചോദ്യം വാങ്ങാൻ പറ്റുന്ന സ്ഥിതിയിലാണ്? നിങ്ങളൊരു റിസ്കി സിറ്റുവേഷനിലാണോ? അതെ. അതെ. ഈ പോയിന്റുകൾ നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാവും? പോയിന്റ് കുറയും. ഈ റൗണ്ടിൽ എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്? എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ചോദ്യം വാങ്ങാൻ പോവുകയാണ്. ആദ്യത്തെ ചോദ്യം അതെ, തന്നോളൂ. ചോദ്യം ഇതാണ്: വചനത്തിന്റെ ശുശ്രൂഷ അത് അജപാലനപരമായ പ്രഘോഷണത്തിലും മതബോധനത്തിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എവിടെ നടക്കുന്ന വചനപ്രഘോഷണത്തിനാണ് സുപ്രധാനമായ സ്ഥാനമുള്ളത്? ചോദ്യം: വചനത്തിന്റെ ശുശ്രൂഷ അത് അജപാലനപരമായ പ്രഘോഷണത്തിലും മതബോധനത്തിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എവിടെ നടക്കുന്ന വചനപ്രഘോഷണത്തിനാണ് സുപ്രധാനമായ സ്ഥാനമുള്ളത്? ഹെൽപ്പ് വേണം. ഹെൽപ്പ് കൊടുക്കൂ. ഉത്തരം കിട്ടി. അവർ നിങ്ങളെ സഹായിച്ചു. പറഞ്ഞോളൂ. അപ്പസ്തോലിക പ്രഘോഷണം. അപ്പസ്തോലിക പ്രഘോഷണം. ഉത്തരം തെറ്റാണ്. ടീം താവളം, നിങ്ങൾ തന്ന പോയിന്റ് എൻ്റെതായി മാറിയിരിക്കും. ഉത്തരം വളരെ എളുപ്പമുള്ളതാണ്. നമ്മൾ ഓരോ വിശുദ്ധ കുർബാനയിലും കേൾക്കുന്നതാണ്. താഴത്തെ മേശയിൽ ബേമയിൽ നടക്കുന്നത് വചനമാകുന്ന ഈശോയെ മുറിച്ചു കൊടുക്കലാണ്. മുകളിൽ മധുബഹായിൽ നടക്കുന്നത് അപ്പമാകുന്ന ഈശോയെ മുറിച്ചു കൊടുക്കലാണ്. താഴത്ത് നമുക്കറിയാം, വചനം വായിക്കുന്നു, പ്രഘോഷിക്കുന്നു, അതിനെ വ്യാഖ്യാനിക്കുന്നു. അതാണ് വചനപ്രഘോഷണത്തിൻ്റെ ഏറ്റവും ശക്തമായ മേഖല. നഷ്ടപ്പെടുത്തി കളഞ്ഞു. അടുത്ത ചോദ്യം 40 പോയിന്റുകൾ കൈവിട്ട് പോകാവുന്നതും 80 പോയിന്റ് കിട്ടാവുന്നതുമാണ്. എന്ത് പറയുന്നു? ചോദ്യം വാങ്ങുന്നേയില്ല. ശരി, മൂന്നാമത്തെ ചോദ്യം അത് 100 പോയിന്റ് കിട്ടാവുന്ന ചോദ്യമാണ്. ഒരു 100 പോയിന്റ് കിട്ടിയാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഒന്നും മാറില്ലേ? വാങ്ങുന്നില്ല. നിങ്ങൾ കിറ്റ് ചെയ്യുക അല്ലേ? ഈ 100 പോയിന്റിന് വേണ്ടി ശ്രമിക്കാതിരുന്നാൽ നിങ്ങൾക്ക് എന്താ മെച്ചമുണ്ടായത്? 100 പോയിന്റ് കൊടുക്കാൻ ഇനി ഞങ്ങൾക്കില്ല. ശരി ടീം താവളം, നിങ്ങളുടെ തീരുമാനം ഉചിതമാണോ എന്ന് നമുക്ക് നോക്കാം. ഈ മത്സരത്തിന്റെ വിജയികൾ ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുകയാണ്. 100 പോയിന്റുമായി 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത് ടീം താവളം. 180 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് ടീം പട്ടാമ്പി. 350 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് ടീം പൊന്നങ്കോട്. ടീം പൊന്നങ്കോട്, ഇതൊരു വല്ലാത്ത വിജയമാണല്ലോ. ദൈവത്തിന് നന്ദി. ദൈവത്തിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ നന്നായി അധ്വാനിച്ചു അല്ലേ? നിങ്ങൾ അർഹിക്കുന്നതാണ് ഈ വിജയം. ടീം പട്ടാമ്പി, എങ്ങനെയായിരുന്നു? നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് പേടിച്ചു പോയോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ഞങ്ങൾ ടൈം ശ്രദ്ധിച്ചില്ല, അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു. പിന്നെ ബസ് റൗണ്ടിൽ പ്രസ് ചെയ്യുമ്പോഴേക്കും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ കുറച്ച് പോയിന്റിലൊക്കെ നഷ്ടപ്പെട്ടു. എന്നാലും അപകടം കൂടാതെ കടന്നു എന്ന് പറയാം. ടീം താവളം, നിങ്ങൾ നന്നായിട്ട് മത്സരിച്ചു അല്ലേ? നിങ്ങൾ ധാരാളം ഉത്തരങ്ങൾ പറഞ്ഞു. ഒരു മത്സരമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ വിജയത്തിലേക്ക് നടക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ മത്സരങ്ങൾ ഇനിയും ഉണ്ടാകും. നിങ്ങൾ നന്നായി ഒരുങ്ങണം, നന്നായി മത്സരങ്ങൾ പങ്കെടുക്കണം. 2-ാം റൗണ്ടിൽ എത്തിയെന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടീം താവളം, സ്നേഹപൂർവ്വം നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. ഞങ്ങൾ നിങ്ങളെ അഭിനന്ദനങ്ങളോടെ യാത്രയാക്കുകയാണ്. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മക്കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ. ഫെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ 2-ാമത്തെ റൗണ്ടിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്തയാഴ്ച നാം കണ്ടുമുട്ടും പുതിയ ടീമുകളും പുതിയ ചോദ്യങ്ങളുമായി. അതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, തിരുസഭയുടെ സംരക്ഷണം അനുഭവിക്കുക. കർത്താവായ മിശിഹ അവിടുത്തെ വചനത്തിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.